നിറഞ്ഞ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട എൻ്റെ പ്രിയ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നു, നമ്മൾ ഇനിയും വ്ളോഗേഴ്സ് ഇടാൻ വേണ്ടി ശ്രമിക്കും. പുതിയ പുതിയ വർക്കുകൾ ചെയ്യും. അതിനു മുൻപ് ഞാൻ കുറച്ച് ദിവസം മുന്നേ, അതായത് ഞാൻ വളരെ കുറച്ച് മുന്നേ എന്ന് പറയേണ്ടത്, ഞാൻ ഒരാളെക്കുറിച്ച് പറഞ്ഞു, നൗഫൽ എന്ന് പറഞ്ഞു. നമുക്കൊക്കെ അറിയാം, ഉമ്മയും മോയും എന്ന ചാനലിൽ അദ്ദേഹം യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ടാണ് വീടുണ്ടാക്കിയതെന്ന് പറഞ്ഞവരുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിലല്ല, എന്നോട് നേരിട്ട് വിളിച്ചിട്ട്. ഒരു വീടെന്ന സ്വപ്നം നമുക്കെല്ലാവർക്കും വേണം, അല്ലേ? വേണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കുകയും ചെയ്യും. വീട്, ഭക്ഷണം, വസ്ത്രം, സുഖമായിട്ട് ഉറങ്ങാനുള്ളൊരു പാർപ്പിടം, അതില്ലാത്ത എനിക്കറിയാം അതിൻ്റെ കഷ്ടപ്പാട്. അപ്പോൾ അദ്ദേഹത്തെ ഒരു നെഗറ്റീവായിട്ട് ഒരുപാട് പേര് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരുടെ മുന്നിലും കൈ നീട്ടി ജീവിക്കുന്നതിനേക്കാൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടാണ് പൈസ കിട്ടിയതെന്ന് പറയും. അവരുടെ ജീവിതം അവർ കാണിച്ചു തരും. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഹജ്ജിന് പോയി പൈസ ഉണ്ടാക്കിയ ആളാണല്ലോ ഷിയാബ് ചുറ്റൂർ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കാർക്കൊന്നും പറയാനില്ലേ? പച്ചയായ ജീവിതം, കുടുംബജീവിതം കാണിച്ചു തരുന്ന ആളാണ് നമ്മുടെ നൗഫൽ ഖാൻ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തി പറയേണ്ട വല്ല ആവശ്യമുണ്ട് മക്കളെ? അപ്പോൾ നമുക്കെന്ത് വേണം? നമ്മൾ ചിന്തിക്കണം, ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം മികവുറ്റ ആൾക്കാരാണ്. അതുമാത്രം നിങ്ങൾ ചിന്തിക്കുക. അല്ല, നമ്മുടെ കുറവുകളെ മറച്ചു വെച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കണ്ടുപിടിക്കുകയല്ല വേണ്ടത്. നമ്മുടെ കുറവുകളിൽ നിന്നും നമ്മൾ മികവുറ്റതാണെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കുക, അല്ലാതെ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുകയല്ല വേണ്ടത്. ഓക്കെ, ഇതൊരു ചെറിയൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ കാണുക. അസ്സലാമു അലൈക്കും.